നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു ശ്രീലങ്ക. അവരെ ഓൾ ഔട്ടാക്കി ഫോളോ ഓൺ ചെയ്യിക്കാം എന്നാണ് നമ്മൾ കരുതിയത്. ആദ്യ സെഷനിൽ 5 വിക്കറ്റുകളൊക്കെ ഇന്ത്യൻ ടീം വീഴ്ത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ ശ്രീലങ്ക 90-5 എന്ന രൂപത്തിലേക്ക് വീണതാണ്. പക്ഷേ പിന്നീട് 6ാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ ആ 2ാം സെഷനിൽ അവർ പിടിച്ചു നിന്നു. അതിന് ശേഷം പിന്നീട് ദിനിഷയുടെ സെഞ്ചുറി നമ്മൾ കണ്ടു. ദിനിഷയും ദിഗ്വല്ലയുമാണ് കാര്യങ്ങൾ ഇന്ത്യയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. 100 റൺസ് ദിനുഷ അടിച്ചപ്പോൾ ദിഗ്വല്ല 80 റൺസ് അടിക്കുകയും ചെയ്തു. 3 വർഷത്തിന് ശേഷമാണ് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് ദിഗ്വല്ല മടങ്ങി വരുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും ഒടുവിൽ ശ്രീലങ്ക 284 റൺസിന് ഓൾ ഔട്ടായി. അവർ ഫോളോ ഓൺ ഒഴിവാക്കി. ടീം ഇന്ത്യക്ക് 178 റൺസിൻ്റെ ലീഡാണ്, 1ാം ഇന്നിങ്സ് ലീഡാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി 2 ദിവസത്തെ കളി. നാളെ തീർച്ചയായിട്ടും വലിയ ഒരു സ്കോർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 178 ഉണ്ട്, പ്ലസ് കുറച്ച് റണ്ണടിച്ച് ഒരു 300-ന് മുകളിലുള്ളൊരു ലക്ഷ്യം ശ്രീലങ്കയ്ക്ക് വെച്ച് കൊടുക്കാനായിരിക്കും ഇന്ത്യൻ ടീം ഇനി ശ്രമിക്കുക. ഫോളോ ഓൺ ചെയ്യിക്കുക എന്നുള്ള ലക്ഷ്യം ഫലവത്തായില്ല. എന്നാൽ ഇന്ത്യക്ക് വേണ്ടി മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞ മനോജ് സുതാർ 4 വിക്കറ്റും രവീന്ദ്ര ജഡേജ 3 വിക്കറ്റുകളും വീഴ്ത്തി. കുൽദീപും പ്രസിദ്ധ് കൃഷ്ണയും സിറാജും ഓരോ വിക്കറ്റുകൾ എടുത്തു. ശ്രീലങ്കയുടെ ഇന്നിങ്സിലേക്ക് പോയാൽ മധുഷ്ക ഡെക്കായിട്ടും അടങ്ങിയിരുന്നല്ലോ. ഉദാര 27 റൺസ്, ചണ്ഡിവൽ 4 റൺസ്, മെൻഡിസ് 14 റൺസ്, ധനഞ്ജയ ഡി സിൽവ 21 റൺസ്. അങ്ങനെ അവർ തകർന്നു പോയി. ഒരു ഘട്ടത്തിൽ 90-5 എന്ന രൂപത്തിലേക്ക് വീണു പോയതാണ്. പക്ഷേ അടുത്ത സെഷനിൽ, പോസ്റ്റ് ലഞ്ച് സെഷനിൽ പിടിച്ചു നിന്നു ദിനുഷയും ദിഗ്വല്ലയും. അവിടെ ഇന്ത്യക്ക് കണക്ക് കൂട്ടലുകൾ പാളി. ദിനുഷ, ദിഗ്വല്ല എന്നിവർ ചേർന്ന് 90-5 എന്നതിൽ നിന്ന് ടീമിനെ 236 റൺസിലേക്ക് കൊണ്ടുപോയി. 236 സ്കോർ ബോർഡ് എത്തിയപ്പോഴാണ് ദിഗ്വല്ല മടങ്ങി പോകുന്നത്. അദ്ദേഹത്തെ പ്രസിദ്ധ് കൃഷ്ണ ഋഷഭ് പന്തിൻ്റെ കൈകളിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും 115 പന്തുകളിൽ നിന്ന് 7 ഫോറുകളുടെ സഹായത്തോടെ വാല്യുബിൾ ആയിട്ടുള്ള 80 റൺസ് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ നുവാന്ത എത്തി. നുവാന്ത 2 റൺസിന് രവീന്ദ്ര ജഡേജയ്ക്ക് വിക്കറ്റ് സമ്മാനിച്ചു മടങ്ങി. പ്രഭാത് ജയസൂര്യ 10 റൺസാണ് അടിച്ചത്. അദ്ദേഹവും പോയതിന് ശേഷം ദിനുഷ സ്കോർ ബോർഡ് 274 എത്തുമ്പോഴാണ് ദിനുഷ മടങ്ങുന്നത്. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം തൻ്റെ സെഞ്ചുറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു മികച്ച ഇന്നിങ്സാണ്. 168 പന്തുകൾ, 4 ഫോറും 2 സിക്സും അടക്കം 100 റൺസ് അടിച്ചു. അദ്ദേഹത്തിൻ്റെ ആ പോരാട്ട വീര്യമാണ് അവരെ ഫോളോ ഓണിൽ നിന്ന് രക്ഷിച്ചെടുത്തത്. പിന്നെ കുമാര 10 റൺസുമായിട്ട് മടങ്ങിപ്പോയി. ഒടുവിൽ 284-ന് ശ്രീലങ്ക ഓൾ ഔട്ട്. ഇന്ത്യക്ക് 178 റൺസിൻ്റെ 1ാം ഇന്നിങ്സ് ലീഡ്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇന്ത്യൻ ബാറ്റർമാരുടെ കയ്യിലാണ്. ക്വിക്കായിട്ട് റൺസ് സ്കോർ ചെയ്യുക. ഒരു 300-ഓ 300-ന് മുകളിൽ 325 ഒരു ടാർഗറ്റ് ശ്രീലങ്കയ്ക്ക് വെച്ച് കൊടുക്കാനായിരിക്കും ഇനിയുള്ള പ്ലാൻ. പക്ഷേ മഴ ഒരു ഭീഷണിയാണ്. ഇനി ആ കണക്കുകൂട്ടലും തെറ്റുമോ എന്ന് പറയാൻ കഴിയില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.